ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറായിലാണ്. അപ്പോൾ ഇതെൻ്റെ വലിച്ചൻ്റെ വീടാണ്. ഇവിടെ നിറച്ച് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇവിടെ മാത്രമല്ല, ടെറസിൻ്റെ മുകളിലും വീടിന് ചുറ്റും ഇത് ഇപ്പുറത്തെ പറമ്പിൽ ഇത് മാത്രമായിട്ട് ചെയ്താക്കണേണ്. ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല, മറ്റെല്ലാ കൃഷി രീതിയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കറക്റ്റായിട്ട് കാണണം. പിന്നെ ഈ കൊല്ലത്തെ മികച്ച കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൽ. അപ്പോൾ അതിൻ്റെ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതാണ് പൂവ്. ഈ പൂവ് വിരിഞ്ഞ് ഒരു 28ാമത്തെ ദിവസം നമുക്ക് പഴം പറിക്കാൻ പറ്റും. 28ാമത്തെ ദിവസം പഴം പറിക്കും. ഇത് ഇതിൻ്റെ നടണ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂപ്പ് എത്തിയ മൂത്ത കൊമ്പിൽ നിന്ന് ഇത് തണ്ട് ഒരടി മുറിച്ചെടുക്കണം. ഇതുമേന്ന് മുറിച്ചെടുത്തിട്ട് ഈ തണ്ട് വേര് പിടിപ്പിക്കണം. ഇത് ഇനി ഇവിടെ ഇത് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം 1.5 മാസം ആകുമ്പോൾ ഇവിടെ വേര് വരും. അപ്പോൾ നമ്മൾ ഇത് പറിച്ച് ചട്ടിയിൽ വേണമെങ്കിൽ ചട്ടിയിൽ നടാം, അല്ലെങ്കിൽ താഴെ നടാം. ഇത് നടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതും കൂടി മിക്സ് ചെയ്ത് ഇട്ട് വേണം നടാനായിട്ട്. ഇത് നട്ട് മുള വന്നതിന് ശേഷം വളമിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് മറ്റേ താങ്ങ് കൊടുക്കണം. താങ്ങ് കൊടുത്താൽ മാത്രമേ ഇതുമ്മലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് വലുതായി കയറി കഴിയുമ്പോൾ ഇനി താങ്ങി നിൽക്കാനുള്ള ശേഷി നമ്മൾ താങ്ങ് കൊടുക്കുന്ന കുറ്റിക്ക് ഉണ്ടാവണം. സാധാരണ രീതിയിൽ കോൺക്രീറ്റ് കുറ്റിയാണ് ഇടണത്. ഇത് നല്ല മൂത്ത തണ്ടാണ് നടണമെങ്കിൽ നമുക്ക് 1 വർഷം കൊണ്ട് ഫ്രൂട്ടാവും. 1 വർഷം കൊണ്ട് ഇത് നമ്മൾ നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് ഇത് പടർന്നു കയറാനായിട്ടുള്ള പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ഫ്രൂട്ടാവും. ഇത് നവംബർ വരെ ഫ്രൂട്ട് ഉണ്ടാവും. ഇതിൻ്റെ നടൽ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടി കൂടി മിക്സ് ചെയ്ത് കുറച്ച് ഇട്ട്, ചട്ടിയിലാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇത് താഴെയാണ് നടണമെങ്കിൽ 1/2 കിലോ വീതം കൂട്ടി ഒന്നിച്ചിരുണ്ട പല ഘട്ടങ്ങളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം 1/2 കിലോ വെച്ച് കൂട്ടി മിക്സ് ചെയ്ത് ചാണകപ്പൊടി ഒരു 10 കിലോ നടുമ്പോൾ തന്നെ കൂട്ടിയിടണം. താഴെയാണ് നടണമെങ്കിൽ. മണ്ണിൻ്റെ അടിയിൽ പോകേണ്ട ഈ അടിഭാഗമാണ്. തിരിഞ്ഞു പോകാൻ പാടില്ല. നടുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. മുളക്കും. കുരുവായി കഴിഞ്ഞാൽ അത് ഒരു 3-4 വർഷം എടുക്കും അത് വലുതായി ഫ്രൂട്ട് ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ നടൽ രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം ഫ്രൂട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ മൂത്ത തണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഉണ്ടായി നല്ല മൂപ്പെത്തിയ തണ്ട് മുറിച്ച് ഒരടി മുറിച്ച് നട്ട് കഴിഞ്ഞാൽ 1 കൊല്ലം കൊണ്ട് ഫ്രൂട്ടാവും. മാർച്ച് ഏപ്രിൽ തുടങ്ങി നവംബർ വരെയും ഫ്രൂട്ട് ഉണ്ടാവും. ഇത് തണ്ട് കെട്ടണമാണ് എപ്പോഴും നല്ലത്. തണ്ട് നട്ട് കഴിഞ്ഞാൽ ഇത് നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നടുക. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ബ്രാഞ്ചുകൾ വരും. അത് നിർത്തരുത്. ഒരു ബ്രാഞ്ച് മാത്രം കയറ്റി ഇതുമേന്ന് ഈ പോസ്റ്റമ്മൽ ഇപ്പോൾ ഇതുപോലെ ഒരു പോസ്റ്റാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റിൻ്റെ 4 ഭാഗത്ത് 4 ചെടികൾ ഇതുപോലത്തെ 4 തണ്ട് നട്ടുപിടിപ്പിക്കും. ഇതിങ്ങനെ വെച്ച് കെട്ടി കയറി വരുമ്പോൾ ഇവിടെ നിന്ന് ഈ പൈപ്പിൽ കൂടി കയറി വരുമ്പോൾ ഇങ്ങനെ കമ്പി ഇട്ട് കൊടുക്കുക. 4 കമ്പി ഇടണം. ഒരു കമ്പി കൂടി ഇവിടെ ഇടണം. എന്നിട്ട് ഈ ഇതുപോലെ ടയർ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ടയർ വെച്ച് ഇവിടെ കെട്ടിയിട്ട് ഈ ടയറുമേ കൂടി ഇങ്ങനെ പടർത്തി ഇടണം. ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോഴാണ് ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഇത് 10-20 വർഷത്തോളം ഇതിന് ആയുസുള്ളതാണ്. അപ്പോൾ ഇതുമ്മൽ അതനുസരിച്ച് നമ്മൾ ഇടക്ക് നനച്ചു കൊടുക്കണം, വളമിട്ട് കൊടുക്കണം. ഇതാൻ്റെ നടൽ രീതി. ഇതുപോലത്തെ പോസ്റ്റ് ഇട്ട് കൊടുക്കണം. പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി ഓരോ കൊല്ലം ചെല്ലുന്തോറും ഇതിന് വെയിറ്റ് കൂടി വരും. വെയിറ്റ് കൂടുമ്പോൾ അനുസരിച്ച് അത് താങ്ങാനുള്ള കെൽപ്പ് ഈ പോസ്റ്റിന് ഉണ്ടാവണം. തടിയാണെങ്കിൽ ദ്രവിച്ചു പോകാത്ത തടിയായിരിക്കും. കുറേ കാലക്രമേണ ദ്രവിച്ചു പോയി കഴിഞ്ഞാൽ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കൈ കൊണ്ട് പിടിക്കാൻ പറ്റും. നിറച്ച് മുള്ളാണ്, നല്ല വെയിറ്റാണ്. അപ്പോൾ അത് നടുമ്പോൾ തന്നെ ഇതിൽ ചിലവാണ് നമുക്ക്. ഇതുപോലത്തെ കുറ്റി ഉണ്ടാക്കി നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണം. അത് ഞാൻ ഉണ്ടാക്കിയത്.
അപ്പൊ എങ്ങനെ ഉണ്ടാക്കി? ഇത് വാർത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് പെട്ടി അടിച്ച് വാർത്ത് ഇതുപോലെ കുറ്റിയിട്ട് GI പൈപ്പ് ഇട്ട് വെൽഡ് ചെയ്ത് വെൽഡ് സെറ്റ് മേടിച്ച് കൂട്ടിയിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് ചെയ്താണ്. ഇനിയിപ്പോൾ ഇവിടെ ഇടണം അപ്പുറം ഇടണം, അതിന് വേണ്ടിയിട്ട് ഇട്ടാണ്. പിന്നെ മടിയായിട്ട് എങ്ങനെ നിന്ന് പോയതാണ് പല പണി. ഇപ്പം നമ്മൾക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട് മൂത്തത് ഇവിടെ ഒരു വിള്ളൽ വരും. ഈ വിള്ളൽ വന്ന സമയത്താണ് പറിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു മധുരം ഉണ്ടാവും, മധുരം. അപ്പം അതിൻ്റെ ശരിയായ മൂപ്പ് എത്തി എന്നുള്ളതാണ്. പിന്നെ നിർത്തിക്കഴിഞ്ഞാൽ അത് കൊണ്ട് പൊട്ടിപ്പോവും. പിന്നെ കടകളിൽ നിന്ന് കിട്ടുന്നത് മധുരം ഇത്തിരി കുറവായിരിക്കും. കാരണം ഒരു മൂപ്പാവണ 28 ദിവസം ആവണേക്ക് മുമ്പ് 28 ദിവസം ആവണേക്ക് മുമ്പ് പറിച്ച് കടകളിൽ കൊടുക്കും. അവർക്ക് വിൽക്കാനുള്ള ദിവസങ്ങൾ വേണമല്ലോ. അതാണ് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കുമ്പോൾ ഈ മൂപ്പെത്തി ഒരു ചെറിയ പൊട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പാടില്ല. ആ സമയത്ത് എടുത്താൽ ഇത്തിരി മധുരം ഉണ്ടാവും. ഇപ്പം ഇതിൽ കുറേശ്ശെ നമ്മൾ എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, ചാണകപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഒരു മണ്ണിടേണ്ട ആവശ്യമില്ല. ഇനി ഇതൊക്കെ ഒറ്റ ഒരു സമയത്ത് പൂട്ടാണ്. ഇതൊക്കെ ഈ ഇടക്ക് പൂവിട്ട് വേറെയുണ്ട്, അതൊക്കെ പച്ചയായിട്ട് നിൽക്കുകയാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസമായിട്ട് പൂവിട്ട് തന്നെ. അപ്പോൾ ഇതിന് തൈ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചെറായിലാണ്, ബേക്കറി സ്റ്റോപ്പിന് പടിഞ്ഞാറ് വശം. അപ്പോൾ തൈ വേണ്ടവർ എന്തായാലും കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.